ലോകത്തെ സമ്പന്ന രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിൽ ആദ്യ സ്ഥാനങ്ങളിൽ വരുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തർ ഒരു ചെറിയ രാജ്യമാണെങ്കിലും അളവറ്റ പ്രകൃതിവാതകമാണ് ഇവരുടെ സാമ്പത്തിക കരുത്ത്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികളാണ് ഈ രാജ്യത്തിൽ താമസിക്കുന്നത് എന്നതാണ്. വരും ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഖത്തർ സന്ദർശിക്കാൻ പോകുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് ട്രംപ് വരുന്നത്. രണ്ടാം ഊഴത്തിൽ ട്രംപിന്റെ ആദ്യ നയതന്ത്ര വിദേശ പര്യടനം കൂടിയാണിത്. ചൊവ്വാഴ്ച തുടങ്ങുന്ന സന്ദർശനം 3 ദിവസമാണ് തുടരുന്നത്. 3 രാജ്യങ്ങളിൽ നിന്ന് കോടികളുടെ ആയുധ പ്രതിരോധ വ്യാപാര കരാറാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിനിടെയാണ് ട്രംപിന് ഖത്തർ ഭരണകൂടം നൽകിയ സമ്മാനം വലിയ വിവാദമായിരിക്കുന്നത്. അതേസമയം ആഡംബര വിമാനമായ ബോയിങ് 7478 എന്ന ജംബോ ജെറ്റാണ് ഖത്തർ രാജകുടുംബം ഡൊണാൾഡ് ട്രംപിന് നൽകുന്നത്. ട്രംപ് ദോഹയിൽ എത്തുന്ന വേളയിൽ ഇതിന്റെ ഔദ്യോഗിക കൈമാറ്റം നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ വേളയിൽ സ്വീകരിക്കില്ലെന്നും പിന്നീടാകും കൈമാറ്റമെന്നും വാർത്തകളുണ്ട്. വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് ഖത്തർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം $400 ദശലക്ഷം ഖത്തർ ട്രംപിന് കൈമാറുന്ന വിമാനത്തിന്റെ വില. പറക്കുന്ന കൊട്ടാരം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു അത്യാഡംബര വിമാനമായതിനാലാണ് ഇങ്ങനെ വിളിക്കുന്നത്. ഈ വിമാനം ഡൊണാൾഡ് ട്രംപിന്റെ യാത്രകൾക്ക് ഉപയോഗിക്കുമെന്നാണ് വിവരം. എന്നാൽ സമ്മാനം ലഭിക്കുന്ന വിമാനം ഇങ്ങനെ ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന് അമേരിക്കയിലെ പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു കാര്യം, ട്രംപ് ദോഹയിൽ എത്തുന്ന വേളയിൽ വിമാനം കൈമാറുമെന്ന പ്രചാരണം ശരിയല്ല എന്ന് ഖത്തർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US കോൺഗ്രസിന്റെ അനുമതി ഇല്ലാതെ ഇത്തരം സമ്മാനങ്ങൾ പ്രസിഡന്റ് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അമേരിക്കയിലെ നിയമം. ഇവ കൈക്കൂലിയുടെ പരിധിയിൽ വരുമെന്നും അഭിപ്രായമുണ്ട്. എന്നാൽ ഈ അഭിപ്രായം അമേരിക്കൻ ജസ്റ്റിസ് വകുപ്പ് തള്ളുന്നുമുണ്ട്. താൽക്കാലികമായി മാത്രമാണ് ട്രംപ് ഇത് ഉപയോഗിക്കുക എന്നും വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ല എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഖത്തർ സമ്മാനമായി നൽകുന്ന വിമാനത്തിനോട് സാദൃശ്യമുള്ള വിമാനത്തിൽ ട്രംപ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ യാത്ര ചെയ്തിരുന്നു. ബോയിങ്ങിൽ നിന്ന് 2 പ്രസിഡൻഷ്യൽ വിമാനങ്ങൾ ട്രംപ് ഭരണകൂടം വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. $3.9 ബില്യൺ ഇത് വാങ്ങുന്നത്. എന്നാൽ 2029 വരെ ഇവ കിട്ടില്ല. അതുകൊണ്ടാണ് ഖത്തറിന്റെ ആഡംബര വിമാനം താൽക്കാലികമായി ഉപയോഗിക്കാൻ ട്രംപ് ആലോചിക്കുന്നത്. അമേരിക്ക ആദ്യമെന്ന് പറഞ്ഞ് പ്രചാരണം നടത്തിയ ട്രംപ് ഖത്തറിൽ നിന്ന് വിമാനം കൊണ്ടുവരികയാണോ എന്നാണ് സെനറ്റർ ചക്ക് ഷുമർ ചോദിക്കുന്നത്. കേവല കൈക്കൂലി മാത്രമല്ല ഇത്, വിദേശ സ്വാധീനം കൂടിയാണെന്നും അദ്ദേഹം എക്സിൽ കുറിക്കുന്നുണ്ട്. എന്നാൽ തീരുമാനത്തെ ന്യായീകരിച്ചാണ് ട്രംപ് പ്രതികരിക്കുന്നത്. ഖത്തറിന്റെ വിമാനം ഉപയോഗിക്കുന്നത് താൽക്കാലികമായിട്ടാണെന്നും സുതാര്യമായ ഇടപാടാണെന്നുമായിരുന്നു ട്രംപ് വ്യക്തമാക്കിയത്. മറ്റൊന്ന്, ഖത്തറിന്റെ സമ്മാനവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരിച്ച ട്രംപ് സുതാര്യവും ചെലവ് കുറഞ്ഞതുമായ ഒരു ക്രമീകരണത്തിൽ ഡെമോക്രാറ്റുകൾ പ്രകോപിതരാണെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ ട്രംപിന്റെ ആദ്യ പരസ്യ പ്രതികരണമായിരുന്നു ഇത്. ആഡംബര ജെറ്റ് സമ്മാനമാണെന്നും ഇതിനായി പണം ചെലവാക്കിയിട്ടില്ലെന്നും പറഞ്ഞ ട്രംപ് എയർഫോഴ്സ് 1 വിമാനത്തിന് പകരമായി താൽക്കാലികമായി സ്വീകരിക്കുന്നതാണെന്നും വ്യക്തമാക്കുകയായിരുന്നു. പ്രതിരോധ വകുപ്പിന് സമ്മാനം ലഭിക്കുകയാണ് സൗജന്യമായി. 747 എയർക്രാഫ്റ്റ് 40 വർഷം പഴക്കമുള്ള എയർഫോഴ്സ് 1 പകരമായി താൽക്കാലികമായി വളരെ പരസ്യമായ സുതാര്യമായ ഇടപാടിലൂടെ ലഭിക്കുകയാണ്. ഇത് വളരെയധികം അലോസരപ്പെടുത്തുന്നത് വക്രബുദ്ധിക്കാരായ ഡെമോക്രാറ്റുകളെയാണ്. അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെടുന്നത് വിമാനത്തിന് നമ്മൾ വില നൽകണമെന്നാണ്. ഉയർന്ന $. അതെ, അതെല്ലാവർക്കും ചെയ്യാനാകുമെന്നാണ് ട്രംപ് കുറിച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ട്രംപിന്റെ സന്ദർശന വേളയിൽ ഖത്തർ അമേരിക്കൻ സർക്കാരിന് ഒരു ജെറ്റ് സമ്മാനമായി നൽകുമെന്ന റിപ്പോർട്ടുകൾ തെറ്റാണെന്നും എയർഫോഴ്സ് 1 പകരം താൽക്കാലിക ഉപയോഗത്തിനായി ഒരു വിമാനം കൈമാറുന്ന കാര്യം നിലവിൽ ഖത്തർ പ്രതിരോധ മന്ത്രാലയവും US പ്രതിരോധ വകുപ്പും തമ്മിൽ പരിഗണിച്ചു വരികയാണ്. വിഷയം ബന്ധപ്പെട്ട നിയമവകുപ്പുകളുടെ അവലോകനത്തിലാണ്. ഈ വിഷയത്തിൽ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നുമാണ് അലി അൽ അൻസാരി വ്യക്തമാക്കുന്നത്. അതേസമയം ട്രംപ് അടുത്ത ആഴ്ചയോടെയാണ് മിഡിൽ ഈസ്റ്റ് സന്ദർശനങ്ങൾക്ക് തുടക്കമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഖത്തറിൽ എത്തുമ്പോൾ ആയിരിക്കും സമ്മാനം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഖത്തർ രാജകുടുംബം സമ്മാനമായി നൽകുന്ന എയർക്രാഫ്റ്റിന് ഏകദേശം $400 മില്യൺ വില വരുമെന്നാണ് റിപ്പോർട്ടുകൾ.